ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. തെരുവുനായ വിഷയത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ്. വിധിപ്പകർപ്പ് കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകൂ. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നേരിടുന്ന വിഷമങ്ങൾ സംബന്ധിച്ച് കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങൾ സമർപ്പിച്ച അഫിഡവിറ്റുകൾ സുപ്രീം കോടതി ഇന്ന് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെതുൾപ്പെടെ 9 സംസ്ഥാനങ്ങളുടെ അഫിഡവിറ്റ് ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് ലഭ്യമായിട്ടുള്ള വിവരം. അതിനപ്പുറം ഈ വാക്കാൽ നിരീക്ഷണങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ ഡയറക്ഷൻ കോടതി വിധിയിൽ വന്നതായിട്ട് ഇതുവരെ അറിവില്ല. ഇതെല്ലാം നേരത്തെ ഇങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളും നടന്നിട്ടുണ്ട്. അത് ഒന്നും പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത്. കാരണം തെരുവ് നായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക? സുപ്രീം കോടതിയുടെ വാക്കാൽ പരാമർശം എന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ വന്ന ചർച്ചകൾ പ്രായോഗികമല്ല. ഈ വിഷയത്തിൽ കൂടുതൽ പ്രായോഗിക സമീപനമാണ് വേണ്ടത്. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കാൻ ABC കേന്ദ്രം നിർമ്മിച്ചാൽ ആ സ്ഥലത്തെ ജനങ്ങളുടെ എതിർപ്പ്, തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സ്ഥലം കണ്ടെത്തിയാൽ അവിടെയും എതിർപ്പ്, ഇതെല്ലാം പരിഗണിച്ചുള്ള നിർദ്ദേശമാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന ശാസ്ത്രോത്സവ വേദിയിൽ MLA രാഹുൽ മാങ്കൂട്ടം എത്തിയതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തോട് തെരുവ് നായ്ക്കളുടെ വിഷയം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മന്ത്രി പ്രതികരണം അവസാനിപ്പിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.